അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ഇൻട്രോ പറയുന്ന ആൾ നോക്ക് പിണങ്ങിയിരിക്കുക. ഇന്ന് വിളിച്ചപ്പോൾ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സൺഡേ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് സൺഡേ ബിരിയാണി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ ആവാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ നമുക്ക് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതാ നമ്മുടെ അരിയാണ് കേട്ടോ. ഇത് ഇന്ത്യ ഗേറ്റ് വൈറ്റാണ്. അപ്പോൾ 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തുള്ളത്. അപ്പോൾ ഇത്തിരി ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ കൂടുതൽ വെക്കും. കാരണം സച്ചുട്ടൻ പിറ്റേ ദിവസം ബിരിയാണി വെച്ചതിൻ്റെ പിറ്റേ ദിവസം അവൻ ചോദിക്കും കേട്ടോ ബിരിയാണി ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും കൂടുതൽ വെക്കും കേട്ടോ. പിന്നെ ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ, വ്ളോഗാണ്. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് ഞാൻ എടുത്ത് നമ്മളൊരു അരമണിക്കൂർ മുന്നേ തന്നെ കഴുകിയിട്ട് വെള്ളത്തിലിടാന്നുണ്ടെങ്കിൽ അത് വേവിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ എപ്പോഴും കഴുകിയിട്ട് വെള്ളത്തിലിടണതാണ് ഏറ്റവും നല്ലത്. കാരണം അരമണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പിന്നെ അരി കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അരി കഴുകിയതിൻ്റെ ശേഷം മാത്രം വെള്ളത്തിലിട്ട് വയ്ക്കുക. പിന്നെ അത് ചിക്കനും ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ കഴുകിയെടുത്തു കേട്ടോ. കാരണം ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടല്ല ബിരിയാണി വെക്കണത്. പക്ഷേ അതിന് മുന്നേ നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വിനാഗിരിയോ ചെറുനാരങ്ങയോ കൂടിയിട്ട് ഒന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം വെക്കുക. നമ്മൾ കുക്ക് ചെയ്യണ വരെ ഒന്ന് ഫ്രിഡ്ജിലെങ്ങാനും കൊണ്ടുപോയി വെക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കും. ഞാൻ ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല, കൂടുതലും ഇതാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ഉണ്ടാക്കാനും കുറച്ചും കൂടി ഈസി ഇത് തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. റൈസ് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് ദമ്മിടും ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് സമയമുള്ള കാരണം ഞാൻ പിന്നെ നോർമലി വേവിച്ചിട്ട് അത് ഊറ്റിയിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കണത്. പിന്നെ കുക്കിംഗ് തുടങ്ങണേക്കാൾ മുന്നേ രണ്ടാളേനും പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. സച്ചുവിനെ കുറച്ച് റിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണി മുകളിലിരുന്ന് പഠിക്കുന്നുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ TV കണ്ടിട്ട് വെറുതെ സമയം കളയും. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ട് ഇത് രണ്ടുപേരെയും ഞാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അതും സൺഡേ കാരണം അത്യാവശ്യം ഇന്ന് ലേറ്റായി ഉണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സച്ചുവിനെ പഠിക്കാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് കിച്ചണിൽ പോയിട്ട് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ബാക്കിയെല്ലാം സെറ്റാക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കറി വെക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയും കാര്യങ്ങളും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെയാണ് കേട്ടോ അരിഞ്ഞ് വെക്കണത്. അപ്പോൾ ഒരു 6-7 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ബിരിയാണിക്ക് എപ്പോഴും നമുക്ക് ഉള്ളി കൂടുതൽ ഇടണം കേട്ടോ, എന്നാലാണ് ദമ്മിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇന്നധികം ഓവറാവാനും പാടില്ല മധുരിക്കും. അപ്പോൾ ഒരു 5-6 ഉള്ളി ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് എന്നാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. പിന്നെ ഞാൻ ചിക്കൻ കറി എങ്ങനെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഇതിൽ മസാലകളൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സവാള ഇട്ടു. സവാള നന്നായിട്ട് വഴറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് അരച്ചിട്ടാണ് കേട്ടോ ചേർത്തുള്ളത്. പക്ഷെ ദമ്മിടുമ്പോൾ എപ്പോഴും അരക്കണേക്കാളും നല്ലത് അരിഞ്ഞിടേണ്ടതാണ്, അല്ലെങ്കിൽ നല്ല സ്പൈസി ആവും കേട്ടോ. എനിക്ക് ഇന്നലെ സ്പൈസി ഉണ്ടായിരുന്നു, ഇത് വെച്ചെന്ന് സ്പൈസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരച്ചിട്ട് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷെ കുട്ടികൾ കഴിക്കണ കാരണം ചിലപ്പോൾ എരിവ് കൂടും കേട്ടോ. അപ്പോൾ ഇതേ പരുവത്തിലായി കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി കേട്ടോ, പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടി ഇടുക ചെയ്യരുതെന്നല്ല, ഞാൻ ഇടാറില്ല കേട്ടോ. കാരണം എനിക്കെന്തോ ദമ്മിടുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി അധികം ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി അരച്ചത് ഒരു 2-3 തക്കാളി ഒന്നല്ലെങ്കിൽ വേവിച്ചിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ പച്ചയ്ക്ക് അരച്ചിട്ട് ചേർക്കുക. പിന്നെ അതിൽ പുതിനയുടെ ഇല മല്ലിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിക്കുക കേട്ടോ. ഈ മൂപ്പിക്കണേലാണ് കേട്ടോ ചിക്കൻ കറിയുടെ ടേസ്റ്റ് മൊത്തം. കാരണം മസാലകൾ മൂത്ത് വരാതെ നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് കൊട്ടുക. എന്നാൽ അത്യാവശ്യം നമുക്ക് ഗ്രേവിയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ, നമ്മൾ ദമ്മിടണതാണല്ലോ. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അത്യാവശ്യം വെള്ളം ഉണ്ടാവും. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ.
അപ്പോൾ ചിക്കൻ കറി ഞാൻ ഒരു സൈഡിലേക്ക് മറ്റേ തീ കുറച്ചിട്ടിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ റൈസ് വേവിച്ചെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, കരിയാമ്പൂ, ഏലക്കായ, സ്പൈസസ് ഉണ്ടല്ലോ ഇഷ്ടമുള്ളതൊക്കെ ഇടാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. എനിക്ക് വെള്ളത്തിന് അങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ. എനിക്കറിയില്ല അങ്ങനെ കറക്റ്റായിട്ട് പറയാം. പക്ഷേ അരി വെന്ത് കഴിഞ്ഞാൽ അരി വെന്ത് വരുമ്പോൾ നമുക്കതിൽ വെള്ളത്തിൻ്റെ കുറവ് വരരുത്. അപ്പോൾ പിന്നെ അരി ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും കൂടുതൽ ഒഴിക്കും. എനിക്കൊരു കണക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒഴിക്കും. എനിക്കങ്ങനെ കണക്ക് പറഞ്ഞു തരാനും അറിയില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ നമ്മുടെ എസൻസ് ഉണ്ടല്ലോ, പൈനാപ്പിളിൻ്റെയോ വാനിലയുടെ ഒക്കെ എസൻസ് അതൊന്ന് കുറച്ച് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ആ റൈസിന് അതിൻ്റെ ഒരു മണം ഉണ്ടാവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം. പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഉപ്പ് എപ്പോഴും കയറി നിൽക്കണം കേട്ടോ. ഉപ്പിൻ്റെ ഒരു ഇത് കൂടുതൽ നിൽക്കണം, എന്നാലാണ് അരി വെന്ത് കഴിഞ്ഞാൽ ചോറിലേക്ക് ഉപ്പ് പാകത്തിനാവുള്ളൂ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് അത് വേവിക്കാൻ നിന്നു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി അപ്പുറത്ത് സെറ്റായിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഞാൻ നെയ്യൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് ആ ചൂടത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒരു സൈഡിൽ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇപ്പുറത്ത് നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ ഞാനിത് അരി ഇട്ടു കേട്ടോ. ബസുമതി റൈസ് ഇന്ത്യ ഗേറ്റാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചുള്ളത്, വൈറ്റ്. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഞാൻ അപ്പോഴേക്കും എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കച്ചമ്പർ ഉണ്ടല്ലോ, അപ്പോൾ അത് അപ്പുറത്ത് കൂടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം സമയമായി ഉണ്ടായിരുന്നു. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ ഇവിടെ ഇഷ്ടമുള്ളൂ. വേറെ ഏത് വാങ്ങിയാലും ഇവിടെ ഇവർ കഴിക്കില്ല. പുളി എന്ന് പറഞ്ഞത് പാടില്ല കേട്ടോ. എനിക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിയുടെ കൂടെ കഴിക്കാം. പുളിയുള്ളത് എന്തോ ഞങ്ങൾക്ക് സെറ്റാവുകയില്ല. ഇത് കഴിച്ച് ശീലമായിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതും ബിരിയാണിയിൽ ഇങ്ങനെ നല്ല കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സച്ചു വന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പുണ്ടോ നോക്കിയതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇപ്പുറത്തെ സൈഡിൽ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ചും കൂടി എടുക്കും കേട്ടോ. കാരണം നമുക്ക് ദമ്മിടുമ്പോൾ റൈസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവാൻ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടോ. വിശക്കണേൻ്റെ ഒരു ഇതാണ് കാണുന്നത്. അവിടെ പഴം ഇരിക്കണത്. ഇത്രയും നേരം ഇവർക്ക് ആർക്കും പഴമൊന്നും വേണ്ടിയിരുന്നില്ല കേട്ടോ. അപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ പഴമൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചു ചോദിക്കുന്നുണ്ട്. സച്ചു പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ബിരിയാണി, മന്തി, ഇത് രണ്ടും സച്ചുവിൻ്റെ മെയിനാണ്. അത് ഹോട്ടലിൽ നിന്ന് വാങ്ങണത് അവന് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി കൊടുക്കണതാണ് കൂടുതലിഷ്ടം. അങ്ങനെ നമ്മുടെ റൈസ് വെന്തുണ്ട്. അപ്പോൾ അത് ഞാനിത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഊറ്റിയെടുക്കുക ചെയ്യണത്. അപ്പോൾ അത് ഊറ്റിയിട്ടൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിടണം. അപ്പോൾ അതിലത്തെ ആ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ദമ്മിടുമ്പോൾ എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണിയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് തന്നെ. അവൻ എന്തോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഏകദേശമൊക്കെ അടി ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിടുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ പാത്രത്തിന് ഒന്ന് ചിറ്റിക്കുക കേട്ടോ. പിന്നെ അടിയൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ചിക്കൻ ഒരു ലെയർ ഇടുക. ഞാൻ 2 ലെയർ റൈസാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ്റെ ഒരു ലെയർ ഇട്ടു. പിന്നെ അതിലേക്ക് റൈസ് ഇട്ടു. പിന്നെ റൈസിൻ്റെ മീതെ ഞാൻ ഇട്ടിരിക്കണത് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിലോ വെള്ളത്തിലോ കലക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ കുറേശ്ശെ ഒഴിക്കുക. പിന്നെ മല്ലിയുടെ ഇല, പിന്നെ അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഇട്ടുള്ളത്. പിന്നെ അതിൻ്റെ മീതെ കുറച്ച് നമ്മുടെ ആ ചിക്കൻ മസാലയുടെ ഗ്രേവി ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ അതും ഒന്ന് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ മുന്തിരി ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് മുന്തിരി ഇടാത്തത്. പിന്നെ വീണ്ടും ഒരു ലെയർ ചിക്കൻ ഇടാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വീണ്ടും അത് ചിക്കൻ്റെ മീതെ റൈസ് ഇടുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മല്ലിയുടെ ഇല, പിന്നെ മസാല, പിന്നെ ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഇടുക. എന്നിട്ട് അത്യാവശ്യം നെയ്യ് മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കണ്ടിട്ട് ഉണ്ടാക്കാറ്. പലരും പല ടൈപ്പായിരിക്കും. പക്ഷേ എനിക്കിതാണ് വേഗം എളുപ്പം തോന്നിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് എയർ ടൈറ്റായിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിടാൻ വെക്കണേ. ഞാനിവിടെ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ വെച്ചുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ഒട്ടിച്ചിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് ദമ്മിടാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ അതിലേക്ക് വിയർപ്പും ഇറങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പർ യൂസ് ചെയ്യണത് കേട്ടോ, ഫോയിൽ പേപ്പർ യൂസ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ വിയർപ്പ് വെള്ളമൊക്കെ റൈസിലേക്ക് വീഴും. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. പിന്നെ അത്യാവശ്യം നമുക്ക് ദമ്മിടുമ്പോൾ നല്ല രീതിയിൽ ഉള്ളു
വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് 5-10 മിനിറ്റ് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണമാണ് കേട്ടോ ഞാൻ ഡയറക്റ്റ് വെക്കണത്. ഇനി വേറെ വല്ല പാത്രത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ വല്ല പാനലിൻ്റെ മീതെങ്ങാനും വെച്ചിട്ട് അടി കട്ടിയുള്ള പാത്രത്തിൻ്റെ മീതെ അടിയുള്ള കട്ടിയുള്ള പാത്രത്തിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ തീ കുറച്ചിട്ടിട്ട് ഏറ്റവും സ്ലിമ്മിലിട്ടിട്ട് ദമ്മിടാൻ നോക്കുക. ഇതേ ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ. ഇതിന് നന്നായി വെക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വെക്കുന്നത് കാണിച്ചു എന്ന് മാത്രം. സൺഡേ അല്ലേ, അപ്പം നമ്മൾ വെക്കുന്നത് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പം അത് എല്ലായിടത്തേക്കും ഫില്ലാവണ രീതിയിൽ അടച്ചു വെച്ച് അടച്ചു വെച്ച് വേവിക്കല്ല കേട്ടോ. അത് അടച്ചു വെച്ചിട്ട് ഇനി ഒരു പാത്രം അതിൻ്റെ മീതെ അടപ്പ് വെച്ചിട്ട് പിന്നെ എയർ ടൈറ്റായിട്ട് വേണം കേട്ടോ നമ്മൾ അതിൻ്റെ മീതെ കയറ്റി വെക്കാൻ. ഞാനിതിൻ്റെ മീതെ നമ്മുടെ മറ്റേ ഉള്ളി കുത്തുന്ന കല്ലുണ്ടല്ലോ, അതാണ് കേട്ടോ കയറ്റി വെക്കണത്. ഇതൊക്കെ കയറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാലിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ കാലിൻ്റെ പഞ്ഞിയും പോവും, നമ്മുടെ ടൈല് പൊട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് വീഴാൻ പോയി. അപ്പോൾ അത് കയറ്റി വെച്ചിട്ട് ഒരു 5 അങ്ങനെ തന്നെ ചെറു തീയിൽ അങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മണം വരും. എൻ്റെ പൊന്നോ എന്ത് നല്ല മണമെന്ന് അറിയൂ. എൻ്റെ സച്ചിട്ടും കുറേ നേരമായിട്ട് വന്നിട്ട് ചോദിക്കാമെന്ന് കേട്ടോ, അമ്മ ഇത് ആയോ എന്ന്. അവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. പിന്നെ ഇന്ന് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചില്ലി പൗഡർ ഇട്ടില്ലേ ചിക്കനിൽ പുരട്ടി വയ്ക്കാൻ, അത് കാശ്മീരി ചില്ലി കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റെഡ് കളറ് മറ്റേ ചിക്കനിലല്ല റൈസിലേക്ക് വന്നിട്ടുണ്ട്. സോ അതുവേ ഇങ്ങനെ കളറ് വരാറില്ല. ഒരു മഞ്ഞ ഷെയ്ഡും ഇതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ റൈസ് വരാറ്. ആ ചിക്കൻ കറി അങ്ങനെ വരാറ്. പക്ഷേ ഇന്ന് ചിക്കൻ കറി കുറച്ച് റെഡ് കളറിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് റൈസിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ റൈസ് നമുക്ക് അരി ജീരകശാല എടുക്കാം കേട്ടോ. ബിരിയാണിക്ക് ഏറ്റവും നല്ലത് അതാണ്. സച്ചു എങ്ങനെയുണ്ട് ഉണ്ണിയാ? ബിരിയാണി എങ്ങനെയുണ്ട്? സച്ചു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവൻ ഫുഡിൻ്റെ ടേസ്റ്റ് നന്നായി എടുക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.